വളരെ എളുപ്പത്തിൽ ഒരു ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാം. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 എഗ്ഗ് എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബീറ്റർ യൂസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം സവാള അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർക്കുന്ന കറിവേപ്പിലയാണ്. 3 ഇതിലോളം കറിവേപ്പില ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് 2ആയിട്ട് കീറി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നമുക്ക് അധികം അറിയില്ല, അതുകൊണ്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് ആവശ്യത്തിനാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് നേരെ ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയ ശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് തവയിൽ മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന എഗ്ഗിനെ നമ്മൾ ഒഴിക്കുകയാണ്. അതിനുശേഷം മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇതുപോലെ മൊത്തത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 2 സ്ലൈസ് ബ്രെഡ് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറച്ചിടാം. അതിനുശേഷം എഗ്ഗ് ഉള്ളി വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കണം. ബ്രെഡ് പുറത്ത് വരണം. എഗ്ഗ് ഉള്ളി വരുന്ന രീതിയിൽ മടക്കി എടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം.